ഹലോ ഗൈസ്, മൈ ക്യാപ്ചറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി S24 അൾട്രയാണ്. ഇത് 2024 സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് 12GB 256GB വേരിയൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ഫോട്ടോസ് വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ലൈറ്റിൻ്റെയും ട്രൈപോഡിൻ്റെയും ചെറിയ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിവൈസാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇതിനകത്ത് ഒട്ടുമിക്ക എല്ലാ 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 232 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. കൂടാതെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. കൂടാതെ നമുക്കിതിൽ സിം സ്ലോട്ട് വരുന്നുണ്ട്. ഡ്യുവൽ സിം സ്ലോട്ടാണ് വരുന്നത്. നാനോ സിമ്മാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരേ സമയം 2 സിമ്മുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്മ് ഒരു ഇ സിമ്മും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ 2 ഡ്യുവലായിട്ട് ഈ സിമ്മ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിവൈസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമറിൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് ടൈറ്റാനിയം ഫ്രെയിമോട് കൂടിയാണ് വരുന്നത്. കൂടാതെ ഗൈറോ ആക്സിലറോമീറ്റർ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇൻറ്റഗ്രേഷനോട് കൂടിയ S Pen വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവൈസ് ടച്ച് ചെയ്യാതെ നമുക്ക് ചില ഫങ്ഷൻസ് ഈ S Pen ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. 6.8 ഇഞ്ച് വരുന്ന ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. 120 Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. 2600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 505 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റി വരുന്നുണ്ട്. 85.5 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ഇതൊരു Quad HD+ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് തന്നെ മറ്റൊരു ബോക്സിലായിട്ട് യൂസർ മാനുവൽ, സിം ഇജക്റ്റർ ടൂള്, USB ചാർജിങ് കേബിളൊക്കെ വരുന്നുണ്ട്. ചാർജർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം, ബോക്സിൽ വരുന്നില്ല. ഇതിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 3 എന്ന് പറയുന്ന പവർഫുൾ ചിപ്സെറ്റാണ്. ഇതൊരു 4nm പ്രൊസസ്സറാണ്. GPU Adreno 750 ആണ്. OS എന്ന് പറയുന്നത് Android 14 വിത്ത് One UI 6.1 ആണ്. ഡിവൈസിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് മൈക്ക് കാണാനായിട്ട് പറ്റും. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. അടിയിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പീക്കർ ഗ്രില്ല്, S Pen, ഡെഡിക്കേറ്റഡ് മൈക്ക്, പിന്നെ സിം ട്രേ, പിന്നെ USB-C ടൈപ്പ് പോർട്ട് കാണാൻ പറ്റും. 3.2 ആണ്. ഡിസ്പ്ലേ പോർട്ട് 1.2 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. OTG സപ്പോർട്ട് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പവർ കീ അതുപോലെ തന്നെ വോളിയം റോക്കസ് കീ കാണാൻ പറ്റും. കോഡ് ക്യാം സെറ്റപ്പാണ് വരുന്നത്. 200 MBയുടെ മെയിൻ ക്യാമറയാണ് വന്നിരിക്കുന്നത്. 1.7 അപ്പാർച്ചറിൽ മൾട്ടി ഡയറക്ഷണൽ PDF-ൻ്റെയും OS-ൻ്റെയും സപ്പോർട്ട് വരുന്നുണ്ട്. 10 MBയുടെ ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. 2.4 ആണ് അപ്പാർച്ചർ. PDF-ൻ്റെയും OS-ൻ്റെയും സപ്പോർട്ട് വരുന്നുണ്ട്. കൂടാതെ 3x വരെ ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യും. 50 MBയുടെയാണ് പെരിസ്കോപ്പിക് ക്യാമറ വരുന്നത്. അതിൻ്റെ അപ്പാർച്ചർ 3.4 ആണ്. അതിനകത്തും PDF-ൻ്റെ OS-ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 5x വരെ ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 MBയുടെ അൾട്രാവൈഡ് ക്യാമറയാണ് വരുന്നത്. അതിനകത്തും PDF-ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്കിതിനകത്ത് 8Kയിൽ 30 ഫ്രെയിംസ് വരെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 4Kയിൽ 120 FPS വരെ എടുക്കാനായിട്ട് സാധിക്കും. ഫുൾ HDയിലാണെങ്കിൽ 240 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ 10x ഒപ്റ്റിക്കൽ സൂമും 100x ഡിജിറ്റൽ സൂമും വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് 12 MBയുടെ സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. അപ്പാർച്ചർ 2.2 ആണ്. ഡ്യുവൽ പിക്സൽ PDF-ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിലും നമുക്ക് 4Kയിൽ 60 ഫ്രെയിംസ് വരെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ട്യൂൺഡ് ബൈ AKG ആണ് വന്നിരിക്കുന്നത്. സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. അൾട്രാസോണിക് ആണ്. പിന്നെ ആക്സിലറോമീറ്റർ, ബാരോമീറ്റർ, ഗൈറോ സെൻസർ, ജിയോ മാഗ്നറ്റിക് സെൻസർ, ഹാൾ സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ എന്നിവയൊക്കെയാണ് വരുന്നത്. കൂടാതെ ട്രൈ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് 5.3, പിന്നെ NFC-യുടെ സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh ആണ്. 45 വാട്ട്സിൻ്റെ വയർഡ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അരമണിക്കൂർ കൊണ്ട് 65% ചാർജ് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഗ്രേ, ബ്ലാക്ക്, വയലറ്റ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ എന്നീ കളേഴ്സാണ്. ഇത് വാങ്ങാനുള്ള ലിങ്കും പ്രൈസ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞ സെറ്റിങ്സ് കാണാം. ഇത് ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് 1 Hz തൊട്ട് 120 Hz വരെ ഓട്ടോമാറ്റിക്കായിട്ട് തിരഞ്ഞെടുത്ത് വർക്ക് ചെയ്തോളും. അതിനകത്തൂടെ നമുക്ക് ഒത്തിരി ബാറ്ററി സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സാംസങ് അന്ന് S24 അൾട്രയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറായിരുന്നു, സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്നൊരു ഫീച്ചർ. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇയാളുടെ ടീഷർട്ട് ഏതാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിനകത്ത് ഹോം ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുന്നു. എന്നിട്ട് അയാളുടെ ടീഷർട്ടിൽ കൊണ്ടുവന്നൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അത് വെബിൽ പോയി സെർച്ച് ചെയ്തിട്ട് ആ ടീഷർട്ട് ഏതാണെന്നും അതിൻ്റെ പ്രൈസ് എത്രയാണെന്നും ഏത് സൈറ്റിൽ അവൈലബിൾ ആണെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. വളരെ ഈസി ടു നമുക്ക് എന്ത് സാധനവും ഇതുപോലെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻ്റ് എന്ന് പറയുന്നത് 256GB തൊട്ട് 512 1TB വരെ അവൈലബിൾ ആണ്. റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 12GB റാം ആണ് വരുന്നത്.
എല്ലാത്തിലും UFS 4.0 സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.